ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 24 താരങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 സ്പോട്ടുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി എൻട്രിക്ക്, അതുപോലെ തന്നെ ഇഗോർ തിയാഗോ, ലുക്കാസ് പക്കാറ്റ എന്നിവരാണ് ഉള്ളത്. നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുത്തിട്ടില്ല എന്നൊക്കെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എൻട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതായത് എൻട്രിക്കിനെ ഈ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താൻ യഥാർത്ഥത്തിൽ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിച്ചിരുന്നില്ല. ഈ വേൾഡ് കപ്പിലേക്ക് എൻട്രിക്കിനെ പരിഗണിച്ചിരുന്നില്ല. മറിച്ച് 2030 വേൾഡ് കപ്പിലേക്കുള്ള ഒരു ഓപ്ഷൻ ആയിക്കൊണ്ടായിരുന്നു കാർലോ ആഞ്ചലോട്ടി എൻട്രിക്കിനെ പരിഗണിച്ചത്. 2030 വേൾഡ് കപ്പിൽ എൻട്രിക്കിനെ ഒരു പ്രധാന സ്ട്രൈക്കർ ആയിക്കൊണ്ട് ഉപയോഗപ്പെടുത്താം എന്ന ഒരു കണക്ക് കൂട്ടലിലായിരുന്നു കാർലോ ആഞ്ചലോട്ടി ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് കഴിഞ്ഞ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിലാണ്. ആ മത്സരത്തിൽ പകരക്കാരനായി വന്ന എൻട്രിക്കാണ് ബ്രസീലിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഒരു പെനാൽറ്റി നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് നല്ല ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ ബ്രസീൽ വിജയിക്കാൻ കാരണം എൻട്രിക്കാണ്. അതോടുകൂടി കാർലോ ആഞ്ചലോട്ടി റീതിങ്കിങ് ചെയ്യേണ്ടി വന്നു എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വീണ്ടും കാർലോ ആഞ്ചലോട്ടിക്ക് ഒന്ന് ആലോചിക്കേണ്ടി വന്നു. ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആലോചനകൾ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ വേൾഡ് കപ്പ് ടീമിൽ ആഞ്ചലോട്ടി എൻട്രിക്കിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരു ഫൈനൽ ഡിസിഷൻ ഇപ്പോഴും എടുത്തിട്ടില്ല. കാരണം ഒരുപാട് താരങ്ങൾ അവിടെയുണ്ട്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയതോടുകൂടി അദ്ദേഹം ഇപ്പോൾ പരിഗണനയിലേക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് എൻട്രിക്ക്. മാത്രമല്ല ഇപ്പോൾ ലിയോണിന് വേണ്ടിയും അദ്ദേഹം തകർപ്പൻ പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കണം എന്ന് തന്നെയാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.